ഹായ്, വെൽക്കം ബാക്ക് ടു ദി മോമി ബുക്ക്. ഇന്ന് കുറച്ച് ഗാർഡനിങ് അപ്ഡേറ്റ്സ് ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല വെതറൊക്കെ മാറി തുടങ്ങി. അതായത് ഒരു 2 വീക്സ് ആയപ്പോൾ ഇപ്പോൾ കുറച്ച് ഒന്ന് ഭയങ്കര ചൂടൊക്കെ ഒന്ന് മാറി നന്നായി വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ബാൽക്കണിയുടെ ഒരു അവസ്ഥ ഇതാണ്. ഒരു ചെടി പോലും ഇല്ല, എല്ലാം കരിഞ്ഞു ഉണങ്ങി ഇപ്പം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഫുൾ പോട്ട്സ് മാത്രമേ ഉള്ളൂ. മണ്ണൊക്കെ ഡ്രൈ ആയി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പൊടി മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലൊരു ഗാർഡനാക്കി സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് വിത്തുകളൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് തന്നെ അതിങ്ങനെ വിത്തൊക്കെ പാകുക, അവരും എൻ്റെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ചെടികളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവരും ഈ പേഷ്യൻസ്, പ്രത്യേകിച്ച് ഗാർഡനിങ് എന്ന് പറയുന്നത് പേഷ്യൻസാണ്. ഒരു ബ്യൂട്ടിഫുൾ പേഷ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പേഷ്യൻസിൻ്റെ ഫലം നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് കിട്ടുന്നത്. എന്തും നമുക്ക് ക്ഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ഭയങ്കര നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും. പേഷ്യൻസ് നമുക്ക് ഗാർഡനിങ് പഠിപ്പിക്കുന്ന മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെത്ര ഭംഗിയായിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വിത്തുകളൊക്കെ പാകി, പയർ വിത്ത്, വെണ്ടക്ക വിത്ത്, ചീര വിത്ത്, ക്യാരറ്റ്സ്, ക്യാബേജ്, അങ്ങനെ എന്തൊക്കെയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ പാകിയിട്ടുണ്ട്. ഇനി ഹോപ്പ്ഫുള്ളി അതൊരു 2 വീക്സ് കഴിയുമ്പോൾ അത് മുളക്കും എന്നുള്ള രീതിയിലാണ് എല്ലാം പാകിയിട്ടുള്ളത്. ചിലതൊന്നും മുളക്കണമെന്നില്ല. ഒരു വിത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം അതിന് പൊട്ടൻഷ്യൽ ഉണ്ട്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടാണ് അല്ലേ നേച്ചർ അങ്ങനെ വെച്ചിട്ടുള്ളത്. അതിന് നല്ലൊരു എൻവയോൺമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരിച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് അതിന് എപ്പോഴും ഒന്ന് അതിൻ്റെ എൻവയോൺമെൻറ്റ് ഒന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ഭംഗിയായിട്ടാണ് ഒരു മരമായിട്ട് വളരുന്നത്. എത്രത്തോളം ഗുണമുള്ളൊരു സംഭവമായി അത് മാറി അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യർക്കും നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കഴിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ അതുപോലെ വളർന്ന് പന്തലിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാം. അവരും അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വിത്തുകളൊക്കെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അറിയില്ല അത് വളരെ അതൊക്കെ നമ്മളുടെ ഒരു എന്താ പറയുക, ആ ചെടിക്ക് കിട്ടുന്ന എൻവയോൺമെൻറ്റ് പോലെ ഇരിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ ഓരോ കാര്യങ്ങളും, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒന്നും വൈകിട്ടൊന്നുമില്ല അല്ലേ. നമ്മുടെ ഉള്ളിലുള്ളതും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിനനുസരിച്ചുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഇനി ഈ വെണ്ട വിത്തും ഇത് വെണ്ട വിത്താണ് കേട്ടോ. അത് എന്തൊരു ഭംഗിയാണ് കാണാൻ. അത് അവർ എന്തൊരു സംഭവം അതിൻ്റെ മേലെ കൂട്ടി ചെയ്തിരിക്കുന്നു തോന്നുന്നത്, കേടുവരാതിരിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് മുളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി എത്തുമ്പോൾ നമ്മളത് മാറ്റി നട്ടാലാണ് അതിനൊന്നും കൂടി അതിന് അതായത് സ്പെസിഫിക് ആയിട്ട് അതിന് കെയർ കൊടുക്കണം ഓരോ ചെടിക്കും. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വളരും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഞാൻ ഇതൊക്കെ വിത്തൊക്കെ കുഴിച്ച് ഇടിയിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് വളർന്നു വരുമ്പോൾ വെള്ളമൊഴിക്കുന്നതും എല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് അവരെ പേഷ്യൻസും ഒക്കെ പഠിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയാണ്, അല്ലാണ്ട് എത്രയും പെട്ടെന്നൊന്നും ഒരു കാര്യം ലൈഫിൽ നമുക്ക് കിട്ടൂല എന്നുള്ളതും നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി 2 വീക്സ് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ കുറച്ച് ഈ ഫ്ലവേഴ്സിൻ്റെ വിത്തുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ ആയി വരുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, അതായത് ഓരോ പൂക്കളും പ്രപഞ്ചം നമുക്ക് സമ്മാനിക്കുന്ന പുഞ്ചിരികളാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ഭയങ്കര സാഹിത്യപരമായിട്ട്, പക്ഷെ എത്ര ഭംഗിയായിട്ടാണ് നേച്ചർ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ 2 വീക്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടികളെല്ലാം വളർന്ന്, അതായത് സീഡ്സൊക്കെ മുളച്ച് ഇതെല്ലാതും ഈ ഒരു പരുവക്കായി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട്. ലെറ്റ്സ് സീ എങ്ങനെയാണത് നന്നായിട്ട് വളരുന്നുണ്ടോ, ഇതിനെന്തൊക്കെ ചെയ്യണം, വളരാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഒരു ഗാർഡനിങ്ങിനെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ ലൈഫ് ലെസൺസ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ നിങ്ങളും ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.